ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമ്മളെ കൃപ നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ നിന്നാണല്ലോ തുടർച്ചയായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. 16 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത്. 2-ാം അധ്യായത്തിൽ നാം കണ്ടത് പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന് 14 വർഷങ്ങൾക്ക് ശേഷം പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിലേക്ക് പോയതിനെ പറ്റി ആദ്യത്തെ 10 വാക്യങ്ങളിൽ പറഞ്ഞു. ആദ്യത്തെ 1-ാമത്തെ അധ്യായം പറഞ്ഞത് താൻ അറിയിക്കുന്ന ദൈവകൃപയുടെ സുവിശേഷത്തെ കുറിച്ചും ആ സുവിശേഷത്തിന്റെ ഉറവിടം ആരാണെന്നും തനിക്ക് ആ സുവിശേഷം മൂലമുള്ള പ്രയോജനമെന്നും എന്തോന്ന് അത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നതിനെ കുറിച്ചും പറഞ്ഞു. അത് കഴിഞ്ഞ് താൻ അറേബ്യയിലേക്ക് പോയതായി പറയുന്നു. 2-ാം അധ്യായത്തിൽ 14 വർഷത്തിന് ശേഷം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെയുള്ള അപ്പോസ്തലന്മാരായി കാണുന്നു എന്നൊക്കെ പറഞ്ഞു. താൻ അറിയിക്കുന്ന സുവിശേഷം അറിയിക്കുന്ന സുവിശേഷവും ഒന്നു തന്നെയാണെന്ന് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് എഴുതിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 11-ാമത്തെ വാക്യം മുതൽ കാണുന്നത് പത്രോസ് അപ്പോസ്തലൻ അന്ത്യോക്യയിൽ വന്നപ്പോൾ പത്രോസ് പൗലോസിനോടൊക്കെ കൂടെ സഹകരിച്ചപ്പോൾ പത്രോസിൽ തെറ്റ് കണ്ടതിന് ശേഷം പത്രോസിനോട് പരസ്യമായി എല്ലാവരും കേൾക്കെ സംസാരിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ അനുഭവമാണ് കാണുന്നത്. അവിടെ അവരോട് പറയുന്നത് അവർ പൗത്രോസിനോട് പറയാണ് നിങ്ങൾ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന്. സത്യം അറിയാം, പക്ഷെ നേരെ നടക്കുന്നില്ല, ആ സത്യം അനുസരിച്ച് നടക്കുന്നില്ല. എന്താണ് അങ്ങനെ പറയുവാൻ കാരണം? പത്രോസ് അപ്പോസ്തലൻ അന്ത്യോക്യയിൽ വന്നപ്പോൾ ക്രിസ്തുവിന് എല്ലാവരും ഒന്നാണ്, ആ യൂണിറ്റി ഇൻ ക്രൈസ്റ്റ്, ആ ഒരു തത്വത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് താൻ ക്രിസ്തുവിലായി തീർന്ന. അങ്ങനെയാണല്ലോ, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള. പക്ഷെ ജാതികളോട് കൂടി അന്ത്യോക്യയിൽ വന്നപ്പോൾ നമുക്കറിയാം, അന്ത്യോക്യയിൽ ജാതികളിൽ നിന്നും ക്രിസ്തുവിലേക്ക് വന്നവരായിരുന്നു കൂടുതലും. അപ്പൊ അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു പോന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം യെരുശലേമിൽ നിന്ന് ചില കള്ള സഹോദരന്മാർ അവിടെ യാക്കോബിന്റെ അടുക്കൽ നിന്നു എന്ന് പറഞ്ഞ് കുറച്ചുപേര് വരികയും പത്രോസ് അവരെ ഭയന്നിട്ട് ജാതികളിലൂടെ കൂട്ടായ്മ ആചരിക്കാൻ നിർത്തിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് പത്രോസിന്റെ ചെയ്തത് ശരിയല്ല എന്ന് പോൾ കണ്ടിട്ട് പത്രോസിനെ ശകാരിക്കുകയാണ് ചെയ്യുന്നത്. യഹൂദനായ പത്രോസ് യഹൂദ മര്യാദ പ്രകാരമല്ല ഇപ്പൊ നടക്കുന്ന, കാരണം ന്യായപ്രമാണം അനുസരിച്ചല്ല നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന നീ ജാതികളെ എന്തിനാ ന്യായപ്രമാണം അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞു. അപ്പം അവിടെ യഹൂദ മതാനുസാരികൾ പറഞ്ഞു, രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുവിലെ വിശ്വാസം മാത്രം പോരാ, ന്യായപ്രമാണത്തിന്റെ ചില പ്രവൃത്തികൾ കൂടെ ചെയ്യണമെന്ന് അവരെ നിർദ്ദേശിക്കുകയാണ് ചെയ്ത്. അങ്ങനെ പത്രോസും അവരോട് കൂടെ കൂടുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് നമ്മൾ അടുത്ത വാക്കിൽ 15-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്, നാമും സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാർക്കാണെങ്കിൽ രക്ഷയിലേക്ക് വരുവാൻ ന്യായപ്രമാണവും മറ്റു പ്രമാണങ്ങളും ഉണ്ട്. രക്ഷയിലേക്ക് വരും, ദൈവത്തിങ്കിലേക്ക് വരും. പക്ഷെ ജാതികളെ യഹൂദന്മാരുടെ പക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർ പറയുന്നത് ജാതികൾക്ക് അങ്ങനെ രക്ഷയിലേക്ക് വരുവാൻ കാര്യമായ ഒരു ന്യായപ്രമാണമോ പ്രമാണങ്ങളോ ഒന്നുമില്ല, അവർക്കൊരിക്കലും ദൈവസന്നിധിയിൽ വരുവാനായിട്ട് കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ പൗലോസ് പറയുകയാണ്, യഹൂദന്മാർക്ക് അല്ല, ജാതികൾക്ക് എനിവേ വരാനൊക്കത്തില്ലെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ യഹൂദന്മാർക്കാണേലും ജാതികൾക്കാണേലും ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമേ ദൈവത്തിലേക്ക് വരുവാനുള്ളൂ. പ്രമാണം ഉള്ളവർക്കാണേലും പ്രമാണം ഇല്ലാത്തവർക്കാണേലും ക്രിസ്തുവിലേക്ക് വരാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്ന് പൗലോസ് അവിടെ പറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നമ്മളും ജാതികളിൽ നിന്നുള്ള പാപികളല്ല, നമ്മൾ യഹൂദന്മാരാണ്. പക്ഷെ യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ, പ്രമാണമുള്ളവർക്കും പ്രമാണമില്ലാത്തവർക്കും ദൈവത്തിങ്കിലേക്ക് വരണമെങ്കിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിലെ മാർഗം തന്നെയാണ്. അങ്ങനെ നമ്മൾ 16-ാമത്തെ വാക്യമാണ് പറഞ്ഞു നിർത്തിയത്. ആ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് പറയുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുകയുണ്ട്. നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടത്. ക്രിസ്തുവിനെ വിശ്വസിച്ചു
പറയാ ഞാൻ പറഞ്ഞ പോലെ പ്രമാണമുള്ളവർക്കും പ്രമാണമില്ലാത്തവർക്കും ഒരു പ്രമാണം മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ പ്രമാണം മാത്രമേ ഉള്ളൂ രക്ഷയിലേക്ക് വരുവാൻ. അങ്ങനെ മനസ്സിലായത് കൊണ്ടാണ് യഹൂദന്മാരായ നമ്മളും ക്രിസ്തുവിലേക്ക് വന്നത്. വേറൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിഞ്ഞത് കൊണ്ടാണ് നാം ക്രിസ്തുവിലേക്ക് വന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സെന്റൻസ് വായിച്ചായിരുന്നു, ന്യായപ്രമാണത്തിൽ രക്ഷയില്ലാന്ന് രക്ഷിക്കപ്പെട്ട യഹൂദന് മനസ്സിലായി. നമ്മളും അതുപോലെ തന്നെ വേറെ മാർഗത്തിൽ രക്ഷയില്ലാന്ന് രക്ഷിക്കപ്പെട്ട നമുക്കും മനസ്സിലായി അല്ലെ. അപ്പൊ അങ്ങനെ മനസ്സിലായത് കൊണ്ട് മാത്രമാണ് ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ പത്രോസും പൗലോസും ബർന്നബാസും എല്ലാവരും വിശ്വസിച്ച എല്ലാ യഹൂദന്മാരും ക്രിസ്തുവിലേക്ക് വരുവാനായിട്ട് കാരണമായി തന്നെ. അവരെല്ലാവരും ന്യായപ്രമാണം പ്രമാണിച്ചവരായിരുന്നു, വിശ്വസിച്ചവരായിരുന്നു. പക്ഷെ അവർക്കൊക്കെ മനസ്സിലായി അതിന്റെ പ്രവൃത്തികളോട് ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല. ദൈവത്തോട് സമാധാനം വേണമെങ്കിൽ, നീതി വേണമെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ അല്ലെ. അതുകൊണ്ടല്ലേ റോമാലേഖനം 5-ാം അധ്യായം പറയുന്നത് ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടും നമുക്ക് പിതാവിങ്കലേക്ക് അല്ലെ. നമുക്ക് പിതാവിങ്കലേക്ക് പുത്രൻ മൂലം പ്രവേശനമുണ്ട് അല്ലെ. എന്റെ പുത്രൻ മൂലം മാത്രമേ പിതാവിങ്കലേക്ക് അല്ലെങ്കിൽ ദൈവത്തോട് സമാധാനം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 17-ാമത്തെ വാക്യം. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കൽ നാമും പാപികൾ എന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നോ ഒരു നാളുമല്ല. പറയാ ക്രിസ്തുവിലൂടെ മാത്രമേ, ആ വാക്യം നമ്മൾ മേളത്തിന്റെ തുടർച്ചയാണല്ലോ. ക്രിസ്തുവിലുള്ള നീതീകരണത്തോടെ മാത്രമേ എല്ലാവരും ക്രിസ്തുവിലേക്ക് വരികയെന്ന് മനസ്സിലായ പത്രോസും പൗലോസും ബർന്നബാസും മറ്റ് യഹൂദന്മാരെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കാരണമായി തന്നെ. അതുകൊണ്ടാണല്ലോ പൗലോസും ബർന്നബാസും ഒക്കെ ജാതികളോടുകൂടെ ആഹാരം കഴിച്ചു പോകുന്നത്, അല്ലെ കൂട്ടായ്മ ആചരിച്ചു പോകുന്നത്. എല്ലാവരും അങ്ങനെയല്ല ചെയ്തത്. കാരണം പത്രോസിനെയും ദൈവം കാണിച്ചു കൊടുത്തു, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നായൊരു യൂണിറ്റി അല്ലെ. അത് കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് നാം ക്രിസ്തുവിങ്കലേക്ക് വന്നത്. അപ്പം പക്ഷേ അവിടെ നുഴഞ്ഞു കയറി വന്ന കള്ള സഹോദരന്മാരാല് അവരുടെ ചതിയിലാകുവാൻ അവര് ദുരുപദേശം പറഞ്ഞു പഠിപ്പിക്കുകയും രക്ഷയ്ക്ക് വേണ്ടി വേറെ മാർഗങ്ങൾ കൂടെ പരിച്ഛേദന വേണം, അങ്ങനെ ന്യായപ്രമാണത്തിലെ ചില ആചാരങ്ങളൂടെ അനുസരിക്കണമെന്ന് അവരോട് പറഞ്ഞത് കൊണ്ട് പത്രോസ് അവരെ ഭയന്നിട്ട് അവരുടെ ചതിയിൽ ആയി പോകാനായിട്ട് ഇടയായിരുന്നു. പത്രോസ് മാത്രമല്ല, ബർന്നബാസും പൗലോസിന്റെ സഹചാരിയായ ബർന്നബാസും അതുപോലെ തന്നെ കുറെ സഹപ്രവർത്തകരും കുറെ യഹൂദന്മാരും അവരോടുകൂടെ ചേർന്ന് വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം പൗലോസ് ഇങ്ങനെ ചോദിക്കുകയാണ്, രക്ഷയ്ക്ക് വേണ്ടി ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം, അല്ലെങ്കിൽ രക്ഷയ്ക്ക് വേണ്ടി ന്യായപ്രമാണത്തിന്റെ കൽപ്പന, ക്രിസ്തുവിലൂടെ വിശ്വാസം അല്ലാതെ ന്യായപ്രമാണത്തിന്റെ കുറെ കൽപ്പനകളും കൂടി അനുസരിക്കണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാപികളല്ലേ എന്ന്. നിങ്ങൾ ഓൾറെഡി ജാതികളോടുകൂടെ ആഹാരം കഴിച്ചു, കൂട്ടായ്മ ആചരിച്ചു, അങ്ങനെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ പാപികളാ. കാരണം ക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ അല്ലാതെ വേറൊരു എന്താ പറഞ്ഞ ന്യായപ്രമാണത്തിൽ അല്ലാതെ നീതി ലഭിക്കുന്നു ഇല്ല എങ്കിൽ നിങ്ങൾ പിന്നെ ക്രിസ്തുവിലൂടെ നീതീകരണം അന്വേഷിച്ചെങ്കിൽ നിങ്ങൾ പാപികളല്ലേ എന്ന്. കാരണം ന്യായപ്രമാണത്തിലെ രക്ഷയുള്ളൂ എന്നാണ് യഹൂദന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിലൂടെ വിശ്വസിക്കുന്നവരെല്ലാവരും പാപികളായി തീരും. അതുകൊണ്ട് പറയുന്ന രക്ഷയ്ക്ക് വേണ്ടി ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക കൂടി വേണമെന്നതിനാൽ അവരെല്ലാവരും ന്യായപ്രമാണത്തെ വിട്ട് ക്രിസ്തുവിലേക്ക് വന്നവരാ അല്ലേ. അപ്പൊ അവരെല്ലാവരും പാപികളായി തീരും. മനസ്സിലായോ? ഒഴിഞ്ഞു പോയോ? അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ യഹൂദ മതാനുസാരികൾ പറയുന്നത്, അല്ലെങ്കിൽ അവരോട് കൂടെ ഉള്ളവർ പറയുന്നത്, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമല്ല നീതീകരണം, രക്ഷയ്ക്ക് വേണ്ടി ന്യായപ്രമാണത്തിൽ ചില കാര്യങ്ങൾ കൂടെ അനുസരിക്കണമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം പത്രോസും പൗലോസും ബർന്നബാസും അല്ലെങ്കിൽ ഗലാത്യരും ഒക്കെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമാ ദൈവത്തിങ്കലേക്ക് വന്നേ. അങ്ങനെ വിശ്വസിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവർ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പാപികളാണെന്ന് വരും അല്ലെ. അപ്പൊ അവര് ചിലത് അനുസരിക്കുന്നു, ചിലത് അനുസരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ന്യായപ്രമാണം അല്ലെ യഹൂദ മതാനുസാരിയുടെ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു പാപികൾ എന്ന് വരുമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കുക. നമ്മൾ ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുകയാണെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ നാം പാപികൾ എന്ന് വരും. അങ്ങനെയെങ്കിൽ ക്രിസ്തു
പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നാണെന്ന് ചോദിക്കുന്നു. ഒന്നുകൂടെ വിശദീകരിക്കാം. യഹൂദ മതാനുസാരികൾ പറയുന്നതാണ് ശരിയെങ്കിൽ ക്രിസ്തു പറഞ്ഞത് തെറ്റാണ് എന്ന് വരും, അല്ലെ? ആ ക്രിസ്തുവിന്റെ പക്ഷം തെറ്റാണെന്ന് വരും. നമ്മൾ വേറെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ക്രിസ്തുവിന്റെ കാൽവറിയിലെ പരമയാഗം സകല യാഗങ്ങളുടെയും മഹായാഗമായ ക്രിസ്തുവിലെ കാൽവറിയിലെ പരമയാഗത്താലാണല്ലോ നാം ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നത്. വേറൊരു മാർഗവുമില്ല രക്ഷയ്ക്കായി, ക്രിസ്തു മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ ക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് പ്രതാപമായില്ലേ? ആ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തു പ്ലസ് സംതിങ് എന്ന് പറയുകയാണെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയില്ലേ? അപ്പൊ ആ ക്രിസ്തു മരിച്ചതെന്ന് പറഞ്ഞാൽ സകല ലോകത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. ക്രിസ്തുവിലൂടെ രക്ഷിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് വരുന്നവർക്ക് രക്ഷയ്ക്കായി ക്രിസ്തു മാത്രം മതിയെന്നാ വചനം പറയുന്നത്, അല്ലെ? പുതിയ നിയമം പഠിപ്പിക്കുന്നേ അങ്ങനെയാ. അങ്ങനെയാണെങ്കിൽ ഇവര് പറയുന്നു ക്രിസ്തുവിനോട് കൂടെ സംതിങ് ക്രൈസ്റ്റ് പ്ലസ് സംതിങ്, ജീസസ് പ്ലസ് സംതിങ്. അങ്ങനെ വരികയാണെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയില്ലേ? അതാണ് ചോദിക്കുന്നത്. ദൈവം പറയുന്നു ക്രിസ്തുവിലൂടെ അല്ലാതെ വിശ്വാസ നീതീകരിക്കപ്പെടും നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനമുള്ളത് ക്രിസ്തുവിലൂടെ മാത്രമാണെങ്കിൽ ഇവര് പറയുന്ന രീതിയിൽ നോക്കിയാൽ ക്രിസ്തുവിനോടുകൂടെ സംതിങ് വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയില്ലേ? അപ്പൊ അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ടീച്ചിങ്സും അല്ലെ പഠിപ്പിക്കലുകളും ശരിയല്ല എന്ന് വരുന്നില്ലേ? ക്രിസ്തു പറഞ്ഞ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകണം എന്നല്ലേ ക്രിസ്തു പഠിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്തത്. അതുപോലെ ക്രിസ്തുവിന്റെ ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയും അങ്ങനെയായിരുന്നു. നമുക്ക് 1-2 വാക്യങ്ങൾ നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 7:18-19 വാക്യം, ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞത്. മർക്കോസിന്റെ സുവിശേഷം 7:18-19 വാക്യങ്ങൾ. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ? പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്തു ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കുവാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അത് അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലത്രേ ചെല്ലുന്നത്. അപ്പം ആ അകത്തോട്ട് പോകുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല, എല്ലാം വിശുദ്ധമാണ്. പുറത്ത് വായിൽ നിന്ന് വരുന്നതാണ് അശുദ്ധമാക്കുന്ന എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പത്രോസിനോട് 3 പ്രാവശ്യം ദൈവം കാണിച്ചു കൊടുത്താണ്, ഞാൻ അശുദ്ധമാക്കിയത് നീ അശുദ്ധമെന്ന് പറയുന്നു, അല്ലെ? ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തിന് മുമ്പേ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലും മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയും പറയുന്നത്, ദൈവമേ, ഞാൻ നിന്നിലായി നമ്മൾ ഒരുപോലെ ആയിരിക്കുന്നത് പോലെ സകല ലോകവും സകല മനുഷ്യരും എല്ലാവരും ഒരുപോലെ ആയിത്തീരണം, ഒന്നായി തീരണമെന്നല്ലേ പഠിപ്പിച്ചത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. 17-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും, കർത്താവിന്റെ പ്രാർത്ഥന, ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്നും ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. നീ തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോഴും പഠിപ്പിച്ചത് ഒന്നാണ്, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്, എല്ലാവരും പിതാവിൽ ഒന്നാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ ആയിരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീരണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചതും അതാണ് ക്രിസ്തു കാണിച്ചു കൊടുത്തതും. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ വിശ്വാസം മാത്രം പോരാ, രക്ഷയ്ക്ക് ആധാരമെങ്കിൽ ക്രിസ്തുവിന്റെ പക്ഷം തെറ്റെന്നും ക്രിസ്തു പാപം ചെയ്തു എന്നും ക്രിസ്തു പാപത്തിന്റെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും പാപികളെന്നും ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നും വരും, അല്ലെ? അപ്പൊ മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെയാണ് നമ്മള് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. ഇപ്പൊ യഹൂദ മതാനുസാരികൾ പറയുന്നത്
ക്രിസ്തുവിനോട് കൂടെ സംതിങ് വേണം, വേറെ എന്തെങ്കിലും വേണം. അങ്ങനെ അവരുടെ വാദം ശരിയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഉപദേശവും ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണവും നീതീകരണത്തിന് പൂർണ്ണമായും അനിവാര്യമല്ല, വേറെന്തെങ്കിലും വേണം. അങ്ങനെയെങ്കിൽ ക്രിസ്തു മതിയായവനായ അല്ലെങ്കിൽ സമ്പൂർണനായ ഒരു രക്ഷിതാവല്ല എന്ന് വരും. അപ്പൊ ന്യായപ്രമാണം മുഴുവൻ പറയുന്നത് നീ ചെയ്തോ 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 അല്ലെ, പക്ഷെ അത് ആർക്കും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ ന്യായപ്രമാണം നമ്മുടെ പാപങ്ങളെ ബോധ്യം വരുത്തുകയും നമ്മെ രക്ഷയിലേക്ക് നടത്തുവാനുള്ള ഒരുവനിലേക്ക് ചൂണ്ടിക്കാണുകയും ചെയ്തു. ശിശുപാലകനായി തീർന്നു ഗലാത്യലേഖനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നു എങ്കിൽ ഇപ്പൊ യഹൂദ മതാനുസാരികൾ പറയുന്നു ക്രിസ്തു മാത്രമല്ല വേറെ എന്തെങ്കിലും വേണം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം എല്ലാം പാപികളും ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ എന്നും വരും അല്ലെ. രക്ഷയ്ക്കായി ക്രിസ്തു മാത്രം മതിയെന്ന് വിശ്വസിച്ച് വന്നവരാ നമ്മള്. അപ്പൊ അതിന്റെ കൂടെ അല്ലെ പൗലോസും കൂട്ടരും അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ആചാരങ്ങളും കർമ്മങ്ങളും നമ്മൾ ചെയ്യുമെങ്കിൽ നാം ക്രിസ്തുവിനെ പാപത്തിന്റെ ശുശ്രൂഷക്കാരനാക്കുക, നമ്മളും പാപികളായി തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പം പത്രോസിനോട് പറഞ്ഞതും ഗലാത്യരോട് പറഞ്ഞതും ഇപ്പൊ നമ്മോടും പറയുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് രക്ഷയെന്ന് മനസ്സിലാക്കിയ നാം പിന്നെ നമ്മളുടെ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നത് എന്ത്? നമ്മളും ചിന്തിക്കണം. നമ്മൾ നടക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്, നമ്മളും പഴയ പാഠങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ടോ നാം ചിന്തിക്കണം. ഓരോ ദിവസവും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമാണ് ഇത്. കാരണം ക്രിസ്തുവിലൂടെ മാത്രമേ ദൈവത്തിങ്കലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയുള്ളൂ. വേറൊരുത്തനിലും രക്ഷയില്ല, ആരും രക്ഷയില്ല, വേറെ ഒരു പ്രമാണത്തിലും രക്ഷയില്ല. കാഴ്ചകളും ഒക്കെ അർപ്പിച്ചാലും യാതൊരു പ്രയോജനമില്ല. ഒരു കാഴ്ചകളും ഒരു ആരാധനയും നമ്മുടെ ഒരു പ്രവൃത്തികളും നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുകയില്ല. നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന ഒരു ക്രിയകളും ഇവിടെ ഇല്ല. ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് നാം അന്ത്യം വരെയും വിശ്വസിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. അപ്പൊ ഇവിടെ പൗലോസ് ചോദിക്കുകയാണ്, ക്രിസ്തു പഠിപ്പിച്ചത് വെറുതെയായി, ക്രിസ്തുവിന്റെ ഉപദേശം വെറുതെയായി, ക്രിസ്തു ക്രൂശിൽ മരിച്ചത് വെറുതെയായി എങ്കിൽ എന്തിനാ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നോ? നീ എന്തിനാ പിന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ചത്? അപ്പം ജാതികളും യഹൂദന്മാരും ഒരുപോലെ ക്രിസ്തുള്ള വിശ്വാസത്താലേ രക്ഷിക്കപ്പെടും അല്ലെ, രക്ഷയിലേക്ക് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ലേ നാമും അതിൽ വിശ്വസിക്കാനായിട്ട് ഇടയായി തീർന്നത്. പൗലോസ് പത്രോസിനോട് ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് വെറുതെ ആയില്ലേ? നമ്മൾ ഈ പ്രസംഗിക്കുന്നതൊക്കെ വെറുതെ ആയില്ലേ? ക്രിസ്തു വിശ്വസിക്കുന്ന നമ്മളും പാപികളാ. ക്രിസ്തു എന്ന് പറയുന്ന പാപത്തിന്റെ ശുശ്രൂഷക്കാരനാ, ഇപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനാ. അപ്പം ഗലാത്യലേഖനത്തിൽ തന്നെ പൗലോസ് ഈ 3-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തില് പൗലോസ് ചോദിക്കുന്നുണ്ട്, ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നമുക്ക് തന്നിരുന്നെങ്കിൽ ആ ന്യായപ്രമാണം ജീവിക്കാൻ നമുക്ക് ആധാരമായി തീരുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്ന് വായിച്ചു വിടാം. ഗലാത്യലേഖനം 3:21. എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ? ഒരു നാളും അല്ല. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകിയായിരുന്നു അല്ലെ. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ജീവിപ്പിക്കാൻ കഴിയത്തില്ല ന്യായപ്രമാണത്തിൽ ഒരിക്കലും. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണം നമുക്ക് നീതിക്ക് ആധാരമാവുകയില്ലായിരുന്നോ? ശരിക്കും ആവുമായിരുന്നു, പക്ഷെ അതിന് നമ്മെ ജീവിപ്പിക്കാൻ കഴിയത്തില്ല, നമ്മെ മരിപ്പിക്കാനേ കഴിയത്തുള്ളൂ. നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ന്യായപ്രമാണം എന്താ പറയുന്നത്? ചെയ്യുക, ഞാൻ ചെയ്തോ, ഞാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ പറഞ്ഞു പോകും അല്ലെ. അപ്പൊ അത് നിവർത്തിക്കാനായിട്ട് ആർക്കും കഴിയുകയില്ല. അത് എനിക്ക് എന്തുവാ വാങ്ങിത്തന്നത്? മരണമാ വാങ്ങിത്തന്നത് അല്ലേ. റോമാലേഖനം 7-ാം അധ്യായം, ഞാൻ കൂടുതൽ ഇനി റോമാലേഖനമാണ് വായിക്കാൻ പോകുന്നത്. റോമാലേഖനം എന്റെ അസ്ഥിക്ക് പിടിച്ചിരിക്കാന്ന് തോന്നുന്നു. ഓക്കെ, റോമാലേഖനം 7-ാം അധ്യായം 13-ാം അധ്യായം ഞാനൊന്ന് വായിച്ചു വിടാം. 7:13. ന്യായപ്രമാണം എങ്ങനെയാ എനിക്ക് തിന്മയായി തീരാനായിട്ട് കാരണമായി തീർന്നത്? അത് നല്ലതല്ലേ? ദൈവത്തിന്റെ ന്യായപ്രമാണം തന്നെയല്ലേ? അതെന്താ എനിക്ക് തിന്മയായി തീരാനായിട്ട് കാരണം? എന്നാൽ നന്മയായുള്ളത് ന്യായപ്രമാണം എനിക്ക് മരണ കാരണമായി തീർന്നു എന്നോ? അത് ഒരു നാളും വരുത്. ന്യായപ്രമാണം അല്ല മരണകാരണമായി തീർന്നത്, പാപം അത്രയും മരണകാരണമായി തീർന്നത്.
അത് നന്മയായുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരണം തന്നെ. കാരണം ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഒക്കെ. ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡാ അല്ലേ? അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ന്യായപ്രമാണത്തിന്റെ ദൃഷ്ടിയിൽ നോക്കി ഞാൻ പാപിയാ. എനിക്ക് എന്നൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവിടെ കൽപ്പന തന്നത് കൊണ്ടാണ് ശിക്ഷ വന്നത് അല്ലേ? കൽപ്പന ഇല്ലാത്തടത്ത് ലംഘനവുമില്ല. കൽപ്പന വന്നത് കൊണ്ട് നമുക്ക് ശിക്ഷ വാങ്ങിത്തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യായപ്രമാണം നമ്മൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തോ വരുന്നത്? നമുക്ക് ശിക്ഷ വാങ്ങിത്തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം ഒരിക്കലും നമ്മെ ജീവിപ്പിക്കുന്നില്ല, അത് നമുക്ക് മരണകാരണമായി തീരുകയാണ് ചെയ്യുന്നത്. പക്ഷെ ന്യായപ്രമാണമല്ല മരണകാരണമായി തീരുന്നത്, എന്റെ പാപമാണ് മരണകാരണമായി തീരുന്നത്. 6:1 പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ നാം എന്തു പറയുന്നു? കൃപ പെരുകേണ്ട പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഒരു നാളും വരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അത് ജീവിക്കരുത്. നാം ക്രിസ്തുവിന് ജീവിക്കുന്നവരാണ്, ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ ജീവിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം നമുക്ക് ജീവൻ നൽകുന്നില്ല. ക്രിസ്തുവിലുള്ള ഒരു പ്രമാണം മാത്രമേ നമുക്ക് ജീവൻ നൽകുന്നുള്ളൂ. അപ്പൊ ക്രിസ്തുവാണ് നമ്മെ ജീവിപ്പിക്കുന്നത് അല്ലേ? ഒരു പ്രമാണവുമല്ല നമ്മെ ജീവിപ്പിക്കുന്നത്. അത് പുതിയ നിയമമാണേലും പഴയ നിയമമാണേലും പ്രമാണമെല്ലാം ഒന്നു തന്നെയാണ്. ക്രിസ്തുവാണ് ജീവിപ്പിക്കുക. എന്താണ് വ്യത്യാസം? പഴയ നിയമത്തില് ആ വചനം തന്നെയാണ് പുതിയ നിയമത്തിലും എത്രയോ കോട്ടുകൾ ഉദ്ധരണികൾ എഴുതി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഇതും. പക്ഷെ ജീവിപ്പിക്കാത്ത എന്തുകൊണ്ട്? അന്നത്തെ ഹൃദയം കല്ലായ ഹൃദയമായിരുന്നു. അന്നത്തെ ഹൃദയത്തിൽ ആത്മാവില്ലായിരുന്നു. ഇന്നത്തെ ഹൃദയം കല്ലല്ല, അത് മാംസമാണ്. ആ ഹൃദയത്തിൽ ക്രിസ്തു ഇരുന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു എന്നിലിരുന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യുവാൻ കഴിയുന്നത്. പുതിയ നിയമത്തിൽ ഞാൻ ആയതുകൊണ്ട് ആണ് എങ്കിൽ തന്നെയും ഞാനല്ല അതിനെ പ്രവർത്തിക്കുന്നത്, ക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി എന്നിലൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പഴയ നിയമവും പുതിയ നിയമമുള്ള വ്യത്യാസം: പഴയ നിയമത്തിൽ ദൈവം ഒന്ന് തന്നെയാണ്, പുതിയ നിയമത്തിൽ ദൈവം ഒന്ന് തന്നെയാണ്. പഴയ നിയമം ഒന്ന് തന്നെയാണ്, പുതിയ നിയമവും വചനം ഒന്ന് തന്നെയാണ്. കാരണം അത് ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടത്, ഒരേ ദൈവത്താൽ കൊടുക്കപ്പെട്ടതാണ് പുതിയ നിയമവും പഴയ നിയമവും. പക്ഷെ പ്രശ്നം ആർക്കാ? പ്രശ്നം എന്റേതാണ്. പ്രമാണത്തിനല്ല പ്രശ്നം വന്നത്, പ്രശ്നം എന്റേതാണ്. എന്റെ ഹൃദയം പണ്ട് കല്ലായിരുന്നു, അത് എനിക്ക് ദൈവത്തിൽ വിശ്വസിപ്പാൻ കഴിയുമായിരുന്നില്ല. പുതിയ നിയമത്തിൽ വന്നപ്പോൾ എന്റെ കല്ലായിരുന്ന ഹൃദയത്തെ ദൈവം മാറ്റി എനിക്ക് മാംസളമായ ഒരു ഹൃദയം തരികയും എന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വസിപ്പാൻ ഇടയാക്കി തീരുകയും ചെയ്തതിനാൽ ആ പഴയ കൽപ്പനയും പുതിയ കൽപ്പനയും എനിക്ക് ജീവനായി തീർന്നു. മനസ്സിലായോ? വായിക്കാം. എഹെസ്കേലിന്റെ പുസ്തകം 36:26. എഹെസ്കേലിന്റെ പുസ്തകം 36:26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് ഹൃദയം തന്നു. 27, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും. അവിടെയാണ് ഹൃദയം തന്നതുകൊണ്ട് പ്രയോജനമില്ല. ആത്മാവിനെ തന്ന് ആ ചട്ടങ്ങളിൽ എന്നെ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ചനുഷ്ഠിക്കും. അവിടെ എന്തുവാ സംഭവിച്ചത്? പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിലില്ലായിരുന്നു. ഇവിടെ ഹൃദയത്തെ തന്നു, ആത്മാവിനെ തന്നു, എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും. നിങ്ങൾ നടക്കുമെന്നല്ല പറയുന്നത്, നിങ്ങളെ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. അപ്പൊ ഞാനിത് വായിച്ചത് പഴയ നിയമമാണോ പുതിയ നിയമമാണോ? പഴയ നിയമമാ. പക്ഷെ പഴയ നിയമത്തിൽ ഇതാ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പഴയ നിയമത്തിൽ ആത്മാവ് കൂടെ ഇരുന്ന് നടത്തുവാനായിട്ട് ആത്മാവ് ഇല്ലായിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ പറയുന്നത് നിങ്ങൾ ചെയ്തോ, പുതിയ നിയമത്തിൽ പറഞ്ഞത് എന്ത് പറയുന്നത്? ഞാൻ ചെയ്യും. നമ്മൾ ചെയ്യല്ല, നമ്മളിൽ ക്രിസ്തു ഇരുന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. വ്യത്യാസമുണ്ട്. നമ്മൾ ചെയ്യുന്നതും ദൈവം ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. ദൈവമാണ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിലൂടെ ക്രിസ്തു പ്രവർത്തിക്കും. യോഹന്നാൻ 16:3 എങ്ങനെയാ പറയുന്നേ? 16:13
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പം സത്യത്തിന്റെ ആത്മാവിനാൽ നമ്മെ നടത്തുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ റോമാലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്, നമ്മള് വിശ്വാസത്താലാണെങ്കിൽ ജീവിക്കുന്നെങ്കിൽ എങ്കില് ന്യായപ്രമാണത്തെ നാം ദുർബലമാക്കിയാണോ? ഒരു നാളും അല്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്ന വിശ്വാസത്താൽ അല്ലേ? അപ്പൊ എല്ലാവരും പറയും ന്യായപ്രമാണം വേണ്ട. ന്യായപ്രമാണം വേണ്ട എന്നല്ല, ന്യായപ്രമാണം വേണം. അതിലെ ചില ചട്ടങ്ങളും കൽപ്പനകൾ, അതിലെ ചില അനുഷ്ഠാനങ്ങൾ വേണ്ടെന്നേ ഉള്ളൂ. ന്യായപ്രമാണത്തിൽ പല അനുഷ്ഠാനങ്ങളുണ്ട്, കുറെ സെറമോണിയൽ ലോസ് ഉണ്ട്, അത് നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. കുറെ മോറൽ ലോസ് ഉണ്ട്, അത് നമ്മൾ അനുഷ്ഠിക്കണം. അത് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നു, അത് നമ്മൾ അനുഷ്ഠിക്കണം. അപ്പൊ ന്യായപ്രമാണം നമുക്ക് പാടെ ഉപേക്ഷിച്ച് കളയുവാൻ ഒക്കെയില്ല. അത് ദൈവത്തിന്റെ പ്രമാണം തന്നെ, അത് വിശുദ്ധമാണ്, അത് ന്യായമാണ്, അത് നല്ലതും തന്നെയാണ്. അതിലെ കൽപ്പനകൾ നാം അനുസരിക്കണം. പക്ഷെ അവരെ ആചാരങ്ങൾ അനുസരിക്കരുത്. കാരണം ആ ആചാരങ്ങൾ ക്രിസ്തുവിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകരായി തീർന്നതേ ഉള്ളൂ. അത് നിഴലാണ്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം നമ്മെ ആ പൊരുളായവനിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ന്യായപ്രമാണം അനുസരിക്കണം, പക്ഷെ അതിനകത്തെ കുറെ ആചാരങ്ങൾ അനുസരിക്കുകയല്ല ചെയ്യുന്നത്, ന്യായപ്രമാണം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഞാൻ എന്റെ വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു? ഒരു നാളുമല്ല, ഞാൻ അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വായിക്കാം, 3-ാം അധ്യായം, റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം. എനിക്കറിയാം ഞാൻ ഇത് പുതിയ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം, പക്ഷെ പറയുന്നതിന് കാരണമുണ്ട്. അത് പഠിക്കണം, അത് ഉള്ളിലാകണം. നമ്മൾ കുറച്ചു പേരേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് ജനിക്കണം. അത് സ്ഥിരമായിട്ട് അതിനകത്ത് ആ ബേസ് കെട്ടിയാൽ മാത്രമേ നമുക്ക് ആ വിശ്വാസത്തിലൂടെ പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. ഓക്കെ, വായിക്കാം. 3:23. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ യേശുക്രിസ്തു, കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനും ആകേണ്ടത് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അത് ചെയ്തു. അപ്പം ദൈവം ചെയ്തു. ആകെ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ നമ്മുടെ അനുഷ്ഠാനങ്ങളാലോ അല്ല, വിശ്വാസ മാർഗത്താൽ തന്നെ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, യഹൂദന്മാരുടെ ദൈവം മാത്രമോ? യഹൂദന്മാരുടെ ദൈവം മാത്രമല്ല, ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. നമ്മള് കഴിഞ്ഞ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ പോലെ വിശ്വാസം മൂല യഹൂദന്മാരെയും അഗ്രചർമ്മക്കാരെയും പരിച്ഛേദനക്കാരെയും ദൈവം നീതീകരിക്കുന്ന ഒരേ ഒരു മാർഗം, ഒരേ ഒരു ദൈവം, ഒരേ ഒരു മാർഗം, അത് മാത്രമേ ഉള്ളൂ. ന്യായപ്രമാണത്തിൽ അതനുസരിക്കാൻ പറഞ്ഞു, പുതിയ നിയമത്തെ വേറൊന്നനുസരിക്കാൻ ദൈവം പറയുന്നതല്ല. ദൈവം ഒരേ ഒരു ദൈവം. ദൈവം വിശ്വസ്തനാണ്, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് മാറ്റമില്ല, ദൈവം നീതിമാനാണ്. അതുകൊണ്ട് ഒന്നിനും വ്യത്യാസമില്ല. ദൈവമേകനല്ലോ. പഴയ നിയമത്തിൽ ദൈവം വേറൊന്ന് പറഞ്ഞില്ല, പുതിയ നിയമത്തിൽ ദൈവം വേറൊന്ന് പറഞ്ഞില്ല. ദൈവം എല്ലായ്പ്പോഴും ഒന്ന് തന്നെയാണ്. ആ ദൈവത്തിനും കൽപ്പന ഒന്ന് മാത്രമേ ഉള്ളൂ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കൂ എന്നോ? ഇല്ല, ഒരു നാളുമില്ല. ഞാൻ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്ന. ദൈവം പറഞ്ഞതിനെ നാം വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ 17-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കൽ നാം പാപികൾ എന്ന് വരുന്നു. ക്രിസ്തു പാപത്തിന്റെ സൃഷ്ടിക്കാരനെന്നു. ക്രിസ്തുവിലൂടെയാണ് ദൈവം പാപികളെയല്ല, പരിച്ഛേദനക്കാരെയും അഗ്രചർമ്മികളെ നീതീകരിക്കുന്നു എങ്കിൽ ദൈവം പറയുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്തു പറഞ്ഞതും ക്രിസ്തു ചെയ്തതും വെറുതെ ആയിപ്പോയോ?
അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ വേറെ എന്തെങ്കിലും രക്ഷയ്ക്ക് കാരണമാകാൻ നിങ്ങൾ വേറെ പ്രവൃത്തിയും കൂടെ ചെയ്യണമായിരുന്നെങ്കിൽ ക്രിസ്തു, നമ്മൾ പാപികളല്ലേ ക്രിസ്തു വിശ്വസിക്കുന്നവരെല്ലാവരും. ആ ക്രിസ്തു അങ്ങനെയാണ്, നമ്മൾ പാപികളാണെങ്കിൽ ക്രിസ്തു നമ്മളെ ശുശ്രൂഷിക്കുന്നവരല്ലേ. അപ്പൊ നമ്മൾ ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവരാ. അപ്പൊ നമ്മള് പാപികളെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനല്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിൽ മാത്രം നാം നീതീകരണം അന്വേഷിക്കുകയിൽ നമ്മൾ വേറൊന്നിലും അന്വേഷിക്കുന്നില്ല എങ്കിൽ നാം പാപികൾ എന്ന് വരുന്നു, ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരൻ വന്നു. എന്നിട്ട് പൗലോസ് പറയാം, ഒരു നാളും അല്ല. ഒരു ബിഗ് നോയാണ് അവിടെ പറയുന്നത്. ഒരു നാളും അല്ല, നമ്മൾ അങ്ങനെയല്ല. നാം ക്രിസ്തുവിലൂടെ മാത്രമാണ് നീതീകരണം അന്വേഷിക്കുന്നത്. നാം പാപികളുമല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനുമല്ല. അങ്ങനെ ഒരു നാളുമല്ല. പൗലോസിന്റെ ചില റോമാലേഖനത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഒരു നാളുമല്ല. അങ്ങനെയാണോ ഇങ്ങനെയാണോ? അല്ല, ഒരു നാളുമല്ല. അത് ഒരു ബിഗ് നോയാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മള് ക്രിസ്തുവിൽ വിശ്വസിച്ചവര് വേറെന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പാപികളെന്ന് വരും. ആ ക്രിസ്തു നാം വിശ്വസിച്ച ദൈവം പാപത്തിന്റെ ശുശ്രൂഷക്കാരനെന്നും വരും. ഓക്കെ, അവിടെ നിർത്താം നമുക്ക്. 18-ാമത്തെ വാക്യം. ഓക്കെ, ഞാൻ ഇന്ന് തീർക്കണമെന്നാ വിചാരിച്ച്, ഒരു വിധത്തിലും നടക്കത്തില്ല. സാരമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുമ്പോട്ട് പോകാം. 18-ാമത്തെ വാക്യം. ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരനെന്ന് എന്നെ തന്നെ തെളിയിക്കുക. എന്തുവാ പൗലോസ് പൊളിച്ചത്? ന്യായപ്രമാണത്തിൽ വിശ്വസിച്ചിരുന്ന പൗലോസ് ക്രിസ്തുവിലേക്ക് വിശ്വാസത്തിലേക്ക് വന്നു, അല്ലേ? താന് അങ്ങനെ വന്നപ്പോൾ താൻ എന്തുവാ ചെയ്ത? ക്രിസ്തുവിന് വേണ്ടി സകലം ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഞാൻ ലംഘനക്കാരൻ എന്ന് വരും. എന്തുവാ പൗലോസ് ഉപേക്ഷിച്ചത് ന്യായപ്രമാണത്തിന് വേണ്ടി? നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫിലിപ്പിയ ലേഖനം 3-5 മുതൽ നമുക്കറിയാവുന്നതല്ലേ. ആ ക്രിസ്തുവിലേക്ക് വരുവാൻ വേണ്ടി ന്യായപ്രമാണത്താൽ തനിക്കുള്ളതിനെ മുഴുവൻ പൗലോസ് ഉപേക്ഷിച്ചു. അങ്ങനെയെങ്കിൽ ഞാൻ ലംഘനക്കാരൻ എന്ന് വരും. അപ്പൊ നിങ്ങള് ഇത് തന്നെ കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കാൻ ഞാൻ പാപി എന്ന് തെളിയുന്നു എങ്കിൽ ഞാൻ ചെയ്തതെല്ലാം ഞാനെല്ലാം ക്രിസ്തുവിന് വേണ്ടി ന്യായപ്രമാണം മുഴുവൻ ഉപേക്ഷിച്ചു എങ്കിൽ ഞാൻ ലംഘനക്കാരൻ, ഞാൻ കുറ്റക്കാരൻ, ഞാൻ പാപി എന്ന് തെളിയുകയില്ലയോ? ഓക്കെ, ഞാൻ പൊളിച്ചത് വീണ്ടും. ഫിലിപ്പിയ ലേഖനം 3-5 മുതലുള്ള വാക്യങ്ങൾ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും. അതൊക്കെ എനിക്ക് ഒരു കാലത്ത് ലാഭമായിരുന്നു. ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തവൻ എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തവെന്ന് എണ്ണുന്നു. അന്നല്ല, ഇന്നും. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറുന്നുണ്ട്. അപ്പം ഇതിനകത്ത് വേറെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു നിമിത്തം ന്യായപ്രമാണത്താൽ തനിക്ക് വിശേഷമായതൊക്കെയും, ന്യായപ്രമാണം യഹൂദന്മാരുടെ പ്രശംസ എന്തുവാ? ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് ക്രിസ്തു ഉണ്ട്, ഞങ്ങൾക്ക് പിതാക്കന്മാരുണ്ട്, എല്ലാം അങ്ങനെ വലിയതായിട്ട് അവരെല്ലാം കരുതിയിരുന്നു. അപ്പം ജാതികളെ അവര് വെറും നീചരായിട്ട് എണ്ണിയിരുന്ന. അങ്ങനെയെങ്കിൽ എനിക്ക് പ്രധാനമായിരുന്നു, എനിക്ക് വിശേഷമായുള്ളതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം സകലവും ചവറും എന്ന് എണ്ണിയെങ്കിൽ ഇനി അത് തന്നെയല്ല, ക്രിസ്തുവിൽ ഒന്നാണെന്ന് താൻ വിശ്വസിക്കുകയും അതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് താൻ ജാതികളോട് കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്തേ. ഇത് എല്ലാം താൻ ഉപേക്ഷിച്ചാൽ താൻ പൊളിച്ചതിനെ വീണ്ടും പണിയുകയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ക്രിസ്തുവിനു വേണ്ടി താൻ എല്ലാം ഉപേക്ഷിച്ചവനാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളും കൂടെ ഞാൻ ഇനിയും ചെയ്യുവാണെങ്കിൽ ഞാൻ പൊളിച്ചതിനെ വീണ്ടും പണിയുകയല്ലേ എന്നാ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തെറ്റുകാരൻ എന്നേ വരത്തുള്ളൂ.
ഒന്നുകിൽ ജുഡായിസസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വ്യൂ പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് ലംഘനക്കാരനാ. കാരണം ക്രിസ്തുവിന് വേണ്ടി ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു, അപ്പം പൗലോസ് ലംഘനക്കാരനാ. പക്ഷെ പൗലോസ് പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തിന് വേണ്ടി ഇനി ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ ഞാൻ ക്രിസ്തുവിന്റെ മുമ്പിലും ലംഘനക്കാരൻ എന്ന് വരും. രണ്ട് രീതിയിലും. മനസ്സിലായോ? ജുഡായിസേഴ്സിന്റെ വ്യൂ പോയിന്റില് പൗലോസ് ക്രിസ്തുവിന് വേണ്ടി ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു, അപ്പോ പൗലോസ് ലംഘനക്കാരനാണ്. പൗലോസ് പറയാ, ഇപ്പൊ ഞാൻ പൊളിച്ചത് വീണ്ടും പണിയുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ മുമ്പിലും ഞാൻ ലംഘനക്കാരനാണെന്ന് വരും. ഞാൻ പൊളിച്ചത് വീണ്ടും പണിയുകയാണ്. ക്രിസ്തുവിന് വേണ്ടി ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച ഞാൻ ഇപ്പൊ ന്യായപ്രമാണത്തിന് വേണ്ടി ക്രിസ്തുവിനോട് കൂടെ വേറെ എന്തെങ്കിലും അനുഷ്ഠിച്ചാൽ ഞാൻ ന്യായപ്രമാണത്തിന് വേണ്ടി ക്രിസ്തുവിനെ ഉപേക്ഷിപ്പാൻ ആയിരിക്കുകയാണ്. ഞാനത് വീണ്ടും പൊളിച്ചത് പണിയുകയാണ്. ഏത് വിധത്തിലാണേലും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ലംഘനക്കാരൻ, ഞാനും നിങ്ങളുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിന് മുമ്പിൽ ലംഘനക്കാരൻ ആകൂ എന്നാണ് പറയുന്നത്. അപ്പൊ പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനത്തിൽ, ഞാൻ ദൈവം ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ല. കാരണം ദൈവം പറഞ്ഞത് ദൈവം തന്നെ പ്രവർത്തിക്കും. ദൈവം പറഞ്ഞു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളെങ്കിൽ അതിന്റെ കൂടെ ദൈവം നമ്മുടെ കൂടെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. ക്രിസ്തുവിന്റെ വിശ്വാസം മാത്രം മതി, അല്ലെ? റോമാലേഖനം 3-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തില് പൗലോസ് യഹൂദന്മാരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, നമ്മള് ദൈവത്തിന്റെ സത്യം അനുസരിച്ചിട്ട് വന്നെങ്കില് അവിടെ ചോദിക്കുന്നത് നല്ലത് ചെയ്യേണ്ടതിന് തീയത് ചെയ്യേണ്ടത് നല്ലത് വരിക എന്ന് നാം പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നല്ലത് അവര് പറയുന്നുണ്ട്, ഇപ്പൊ നമ്മള് ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മള് നല്ലത് നമ്മള് എന്താ പറയുന്നേ, ആലോചിക്കട്ടെ. അപ്പൊ നമ്മള് തീയത് ചെയ്തിട്ടാണോ നമുക്ക് നല്ലത് വരേണ്ടത്? അല്ല, നാം നല്ലത് ചെയ്യുവാനുള്ളവരാണ്. ഞാൻ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. റോമാലേഖനം 3:7-8. ദൈവത്തിന്റെ സത്യം എന്റെ ഘോഷങ്ങൾ അവന്റെ മഹത്വത്തിന് അധികം തെളിവായി എങ്കിൽ എന്നെ പാപി എന്ന് വിധിക്കുന്നുണ്ട്. നല്ലത് വരേണ്ട തീയത് ചെയ്യുക എന്നോ ഞങ്ങൾ അങ്ങനെ പറയുന്നത് ചിലർ ഞങ്ങളെ ദുഷ്ട പറയുന്നല്ലോ, ഇവർക്ക് വരുന്ന നീതിയുള്ളവ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവം ഒരിക്കലും ദൈവം നമ്മളെ ക്രിസ്തുവിലൂടെ വിശദീകരിച്ചു. അത് ദൈവം അതിൻ്റെ കൂടെ നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. യഹൂദനാണെങ്കിലും യവനാണെങ്കിലും എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ക്രിസ്തുവിന്റെ നീതീകരണത്തോളം മാത്രമേ ദൈവത്തിങ്കിലേക്ക് വരികയുള്ളൂ. എബ്രായ ലേഖനത്തില് പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് വീണ്ടുപോയ ക്രിസ്തുവിനെ നാം വീണ്ടും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നാം പൊളിച്ചത് വീണ്ടും പണിയുക. അത് ക്രിസ്തുവിനെ നാം വീണ്ടും ക്രൂശീകരിക്കുകയാണെന്ന് പറയാം. നമുക്ക് 1-2 വാക്യം അവിടെ നിന്നൂടെ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. എബ്രായ ലേഖനം 6-4-5-6 വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം എബ്രായ ലേഖനം 6-4-5-6 വാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിലെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ 10-ാം അധ്യായത്തിൽ ഇത് തന്നെ പറയുന്നുണ്ട്. 10-26-27. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പാനുള്ള കോപാഗ്നിയും മാത്രമേ ഉള്ളൂ. 29-ാമത്തെ വാക്യം 10-ന്റെ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പിൻ. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു, ഒരിക്കൽ സത്യത്തിന്റെ പ്രകാശം ലഭിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചിട്ട് അതിനെ നിരാകരിച്ച് ക്രിസ്തുവിനെ നിരസിച്ച് കളഞ്ഞാൽ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അവിടെ ഒരു മോശയുടെ ഉദാഹരണവും പറയുന്നുണ്ട്. ന്യായപ്രമാണം അനുസരിക്കുന്നവർക്ക് 2-3 സാക്ഷികളുടെ മുമ്പാകെ കരുണ കൂടാതെ ശിക്ഷ കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാത്തവർക്ക് എത്ര വലിയ ശിക്ഷയായിരിക്കും നേടുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-1-2-3 വാക്യങ്ങൾ പറയുന്നു. എല്ലാവരും എടുക്കുക, എല്ലാവരും വായിക്കുക. എബ്രായ ലേഖനം 2-1-2-3 വാക്യങ്ങൾ നമ്മൾക്ക് വേണ്ടി പറഞ്ഞേക്കുന്നത് അത്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമാകുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷയെ
നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ഒന്നുകൂടെ പറയാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കുന്നു. ഇതൊക്കെ അങ്ങ് കാണാതെ പഠിച്ചു വെക്ക്. ആ ഹൃദയത്തിനകത്തോട്ടങ്ങ് ഇരിക്കട്ടെ. അതായിരിക്കും നമുക്ക് മുമ്പോട്ട് പോകാൻ ദൈവം നല്ലത്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട് 14:17 നമുക്കറിയാവുന്നതാണല്ലോ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാകുന്നു. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമാണ്. അപ്പം ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമാണ്. അവിടെ യഹൂദ മതാനുസാരികൾ വന്നിട്ട് അവിടെ കലക്കം ഉണ്ടാക്കിയാണ് ചെയ്തത്. അവിടെ മലയാളത്തിൽ പറയുന്നുണ്ട്, ആ സമാധാനത്തിനും ആത്മീയ വളർച്ചയ്ക്കും അവിടെ സമാധാനമല്ല ഉണ്ടാക്കിയത്, അവിടെ കലക്കമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ക്രിസ്തുവിനെ ദൈവരാജ്യത്തെ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിക്കുന്ന മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമാകുക എന്നാണ് പറയുന്നത്. ഇനി നമ്മ 19ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 19ാമത്തെ വാക്യം. ഓക്കെ. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പം ഇവിടെ എല്ലാം ക്രിസ്തുവിന് വേണ്ടി ന്യായപ്രമാണത്തെയും തനിക്ക് വലിയതായിരുന്ന എല്ലാത്തിനെയും പൗലോസ് ഉപേക്ഷിച്ചു. അപ്പൊ എന്തിനു വേണ്ടിയാ ഇതെല്ലാം ഉപേക്ഷിച്ചത്? ദൈവത്തിനായി ജീവിക്കേണ്ടതിനെ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. മുമ്പേ പറഞ്ഞതുപോലെ ന്യായപ്രമാണം മരിച്ചിട്ടില്ല. ന്യായപ്രമാണം ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്, അല്ലേ? അത് ദൈവത്തിന്റെ ഹോളി സ്റ്റാൻഡേർഡ് ആണ്. അതുകൊണ്ട് ഒരിക്കലും മാറ്റമില്ല. ദൈവത്തിന്റെ നിയമമാണ് അത്. പരിശുദ്ധമായതാണ്. അതിനൊരിക്കലും മാറ്റമില്ല. പക്ഷെ പ്രശ്നം ആരുടെയാണ്? പ്രശ്നം എന്റേതാണ്. പൗലോസ് ഇവിടെ പറയുന്നു, ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അങ്ങനെ പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരും കുറ്റക്കാരാണ്. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പൊ ന്യായപ്രമാണം നമ്മളുടെ പാപങ്ങളെ ബോധ്യമാക്കുന്നു. അപ്പൊ ആ ന്യായപ്രമാണത്താൽ കൽപ്പന വന്നപ്പോൾ എന്നല്ലേ പറഞ്ഞത്, കൽപ്പന വന്നപ്പോൾ അത് പാപമായി തീർന്നു. കൽപ്പന ഇല്ലായിരുന്നപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു, എനിക്കൊന്നുമില്ല, ശിക്ഷയില്ലായിരുന്നു. പക്ഷെ കൽപ്പന വന്നപ്പോൾ എനിക്ക് ശിക്ഷ കിട്ടി. അപ്പം ആ ന്യായപ്രമാണത്താലുള്ള ശിക്ഷ മരണമാണല്ലേ? ആ മരണം, പാപി എന്ന നിലയിൽ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളെ എനിക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് മരണമാണ്. കാരണം 613 ചെറുതും വലുതുമായ കൽപ്പനകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തപ്പോൾ അതിന്റെ 613 കൽപ്പനകളും പ്രമാണിക്കാത്തവരെല്ലാവരും പാപിയാ. കാരണം ഒന്ന് തെറ്റിച്ചാൽ എല്ലാത്തിലും തെറ്റി എന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്തിന്റെ 613 കൽപ്പനകളും പ്രമാണിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്താൽ എന്നെ പാപി എന്ന് വിളിക്കുകയും എനിക്ക് ശിക്ഷ വാങ്ങിത്തരികയും ചെയ്യുന്നു. ന്യായപ്രമാണത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണ്. അപ്പൊ ന്യായപ്രമാണത്താൽ എനിക്ക് മരണമാണ് കിട്ടിയത്. ഞാൻ ദൈവത്തിനായി ജീവിക്കാൻ പ്രമാണ സംബന്ധമായി മരിച്ചു. അങ്ങനെയെങ്കിൽ എന്റെ ശിക്ഷ മരണമാവുകയും ഞാൻ മരിച്ചാൽ രക്ഷയില്ല. പക്ഷേ എനിക്കു വേണ്ടി ഒരുവൻ മരിച്ചു. എന്റെ പാപങ്ങളെ എല്ലാം ന്യായപ്രമാണത്താൽ എനിക്ക് കിട്ടാവുന്ന ശിക്ഷയെല്ലാം തന്റെ ജഡത്തിലേറ്റ് ഒരുവൻ എന്റെ പാപത്തെ എല്ലാം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ മരിച്ചതിനാൽ എനിക്ക് ന്യായപ്രമാണത്താൽ ലഭിക്കാനുള്ള എല്ലാ ശിക്ഷയും താൻ ഏറ്റെടുത്തു. അപ്പൊ എന്റെ ശിക്ഷ, എനിക്ക് മരണമായിരുന്നു വേണ്ടത്. ഞാൻ ചെയ്യാത്തത് മൂലം എന്റെ മരണം എന്റെ
കർത്താവ് ഏറ്റെടുത്തു. തൻ്റെ ജഡത്തിൽ ന്യായപ്രമാണത്തിന്റെ എനിക്ക് വരാവുന്ന എല്ലാ ശിക്ഷയും കർത്താവ് ഏറ്റെടുത്തു. അങ്ങനെ എനിക്ക് പകരം പ്രായശ്ചിത്തമായി തീർന്നു. അങ്ങനെ ക്രിസ്തു മരിച്ചപ്പോൾ, എൻ്റെ പാപങ്ങളെ ഏറ്റുകൊണ്ട് ക്രിസ്തു മരിച്ചപ്പോൾ, ആ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചതിനാൽ ഞാനും ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. അപ്പൊ ന്യായപ്രമാണ സംബന്ധമായി ഞാൻ മരിച്ചു. കാരണം ന്യായപ്രമാണത്താൽ എനിക്ക് ശിക്ഷ മാത്രമേ, അല്ലെങ്കിൽ മരണം മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഒരിക്കലും ന്യായപ്രമാണത്താൽ രക്ഷിക്കപ്പെടുവാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് നിത്യമരണമായിരുന്നു. ആ നിത്യമരണത്തെ നിന്ന് എന്നെ രക്ഷിപ്പാനായി ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും എൻ്റെ സകല പാപങ്ങളെയും അതുപോലെ ന്യായപ്രമാണത്താൽ എനിക്ക് ലഭിക്കാവുന്ന സകല ശിക്ഷയും തൻ്റെ ശരീരത്തിലേറ്റ് എനിക്ക് വേണ്ടി മരണപ്പെടുകയും ചെയ്തപ്പോൾ, ഞാനത് വിശ്വസിച്ചപ്പോൾ, എൻ്റെ മരണം ക്രിസ്തു ഏറ്റെടുത്തുവെന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പൊ ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, അല്ലെ? അപ്പം ക്രിസ്തു ന്യായപ്രമാണത്തിന് മരിച്ചു. അപ്പോൾ ഞാനും ക്രിസ്തുവിനോടുകൂടെ ന്യായപ്രമാണത്തിന് മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പൊ ക്രിസ്തു എൻ്റെ പാപങ്ങളെ ഏറ്റ്, ന്യായപ്രമാണത്തിൽ അത് ചെയ്യുന്നവരേ ഉള്ളൂ. കാരണം ക്രിസ്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ മനുഷ്യന് ഒരിക്കലും ഒരു മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ദൈവമായവൻ ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി മനുഷ്യന്റെ പാപങ്ങളെ മുഴുവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം ഇല്ലാത്തവൻ, നമ്മുടെ സകല പാപങ്ങളെയും തന്റെ ജഡത്തിലേറ്റ് നമുക്ക് വേണ്ടി മരിച്ചു. ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അതിൽ വിശ്വസിക്കുന്ന ഞാനും എൻ്റെ പാപങ്ങളും എൻ്റെ ശിക്ഷയും മുഴുവൻ ക്രിസ്തു ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഞാനും ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അതുകൊണ്ട് ഞാനും ക്രിസ്തുവിനാൽ ന്യായപ്രമാണത്തിനു മരിച്ചിരിക്കുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ ശ്രദ്ധിച്ചിരിക്കുക. അതിന് വേണം റോമാലേഖനം കാണാതെ അങ്ങ് പഠിച്ചാൽ മതി. 6, 7, 8 അധ്യായം കാണാതെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഈ ന്യായപ്രമാണ സംബന്ധമായ മരണത്തെക്കുറിച്ച് റോമാലേഖനം 7-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം, ഒരുമിച്ച് വായിക്കാം. ഓക്കെ, ന്യായപ്രമാണത്താൽ 7-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ എടുത്തോ. എല്ലാം ഒന്നും ഞാൻ എടുത്തു വായിക്കാൻ പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളിൽ നല്ലോണം മനസ്സിലാകേണ്ട കാര്യങ്ങളാ. ഓക്കെ, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പതിയെ ഞാൻ പതിയെ സ്ലോ ആയിട്ട് വായിച്ചു പോകാം. ഞാൻ സംസാരിക്കുന്ന മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരം ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ന്യായപ്രമാണത്തിന് അണ്ടർ ജീവിക്കുന്ന എല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എങ്ങനെ ഒരു വിവാഹ ബന്ധത്തോട് ചേർന്നുള്ള നിലയിൽ എങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അതേ രീതിയിലാണ് ന്യായപ്രമാണവും ന്യായപ്രമാണത്തിന് അണ്ടറിലുള്ള മനുഷ്യരും തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആ ഒരു വിവാഹ ബന്ധത്തിന്റെ ദൃഷ്ടാന്തത്തിലൂടെ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു. 4-ാമത്തെ വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിനു ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ക്രിസ്തു നമ്മുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിലേറ്റതിനാൽ നാം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവര്
അത് ന്യായപ്രമാണത്താൽ ബന്ധിതരായിരിക്കുകയാണ്. ന്യായപ്രമാണത്തിന് അവരുടെ മേൽ അധികാരമുണ്ട്. ആ ന്യായപ്രമാണത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി ഈ ക്രിസ്തു പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപജടത്തിന്റെ സാദൃശ്യത്തിൽ പാപനിമിത്തവും ഈ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങളെല്ലാം തന്റെ ജഡത്തിൽ വഹിച്ച് നമ്മളുടെ എല്ലാ പാപത്തിന്റെ ശിക്ഷ തന്റെ മേലേറ്റും. അങ്ങനെ നാം അത് വിശ്വസിക്കുമ്പോൾ നാം ന്യായപ്രമാണത്തിന് ഒഴിവുള്ളവരായി, ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. പക്ഷെ നാം ഒരാൾക്ക് വേണ്ടി മരിക്കുന്നത് എന്തിനു വേണ്ടിയാ? മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിനാ. എന്നൂടെ പറയാം, നാം ഒരാൾക്ക് വേണ്ടി മരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിനാണ്. 4-ാം വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, വായിച്ചതാ പിന്നെയും വായിക്കുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന്, ക്രിസ്തുവിന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. ഇനി 5-6 ഒക്കെ, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചത്. അപ്പം നമ്മൾ ന്യായപ്രമാണത്തിന്റെ അണ്ടറിലായിരുന്നപ്പോഴേ അത് നമുക്ക് വരുന്നത് എന്തുവാ? മരണമായിരുന്നു. നമ്മുടെ അവയവങ്ങൾ വ്യാപരിച്ചു പോകുന്നത്. ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ന്യായപ്രമാണത്തിന്റെ അതിലല്ല, അക്ഷരത്തിലല്ല, ആത്മാവിന്റെ പുതുക്കൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിന് ഒഴിവുള്ളവരായി തീർന്നു. കാരണം ഒരാൾക്ക് വേണ്ടി, ന്യായപ്രമാണത്തിന് വേണ്ടി നമ്മൾ മരിച്ചു എങ്കിൽ ഒരാൾക്ക് വേണ്ടി നാം ജീവിക്കണം. നാം ഒരാൾക്ക് വേണ്ടി മരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ആ ന്യായപ്രമാണത്തിന് നമ്മൾ മരിച്ചു, ക്രിസ്തുവിന് നാം ജീവിക്കുന്നു. അപ്പം ഞാൻ നമ്മൾ ന്യായപ്രമാണത്തിന് വേണ്ടി അവിടെ മരിച്ചു. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞു പോയതായിരുന്നു, വായിക്കാതെ തന്നെ പറഞ്ഞു പോയതായിരുന്നു. ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു. കാരണം കൽപ്പനയില്ലെങ്കിൽ പാപമില്ല. ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യത്തിനും ചെയ്യാതിരിക്കുമ്പോഴല്ലേ ശിക്ഷയുള്ളത്. ആ കൽപ്പന ഇല്ലായിരുന്നെങ്കിൽ എന്നെ ശിക്ഷയില്ലായിരുന്നു. അപ്പം ആ കൽപ്പന ലംഘിക്കുമ്പോഴാണ്, കൽപ്പന ഉള്ളത് കൊണ്ടാണ് എന്നെ ശിക്ഷ വിധിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് ഇവിടെ പറയുന്ന കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കാൻ ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. അപ്പം പാപ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. എന്നെ ചതിച്ചു, എന്നെ കൊല്ലുകയും ചെയ്തു, എനിക്ക് ശിക്ഷ വാങ്ങി തന്നു. 2 Corinthians 3:6 ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരനാക്കുവാൻ ദൈവം പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരല്ല. പണ്ട് ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷക്കാരായിരുന്നു, ഇപ്പോൾ ആത്മാവിന്റെ ശുശ്രൂഷക്കാരാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആ അക്ഷരത്തില് ആത്മാവില്ലാത്തത് കൊണ്ട്, കാരണം അക്ഷരത്തിലല്ല ആത്മാവില്ലാത്തത്, അക്ഷരം പ്രമാണിക്കുന്നവരല്ല, ആത്മാവില്ലാത്തത് മൂലം അത് അക്ഷരം കൊല്ലുകയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ അത് ആത്മാവിനെ തന്നത് കൊണ്ട് അത് ആത്മാവ് ജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവള് പറയുകയാണ്, ന്യായപ്രമാണ സംബന്ധമായി ഞാൻ മരിച്ചത് ദൈവത്തിന് ജീവിക്കേണ്ടതിനാണ്. ന്യായപ്രമാണത്താൽ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് മരിച്ചത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാണ്. അപ്പൊ ന്യായപ്രമാണത്താൽ ഞാൻ നീതീകരിക്കപ്പെടുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അതിന് ജീവിപ്പാൻ കഴിയുകയില്ല. അത് ന്യായപ്രമാണം പറയുന്ന അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. പക്ഷെ ഒരിക്കലും ആർക്കും അതിനെ പ്രമാണിപ്പാനായിട്ട് കഴിയുകയില്ല. അപ്പം ന്യായപ്രമാണത്താൽ മരണത്തിന് യോഗ്യനായിരുന്ന താൻ ഇപ്പോൾ ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നു. താൻ ന്യായപ്രമാണത്തിന് മരിച്ചത് ക്രിസ്തുവിന് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ ആ വാക്യം 7:4 ഞാൻ പല പ്രാവശ്യം വായിച്ചു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഞാൻ ന്യായപ്രമാണ സംബന്ധമായി ന്യായപ്രമാണം മൂലം മരിച്ചിരിക്കുന്നു. അപ്പം റോമാലേഖനം 8:3 പറയുന്നത്, ജഡത്താലുള്ള ബലഹീന നിമിത്തം
ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ആരുടെ ജഡത്തിന്റെ ബലഹീനത? നമ്മുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവത്തിന്റെ പുത്രനെ പാപജഡത്തിന്റെ സാക്ഷ്യത്തിൽ പാപം നിമിത്തം അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വെച്ചു. ജഡത്തെ എല്ലാ ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മൾ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ നീക്കുവാനല്ല, ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാണ് വന്നത്. അപ്പം പൗലോസ് 2:19 നമുക്കൊന്ന് വായിക്കാം. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിനെ ന്യായപ്രമാണത്താൽ പ്രമാണ സംബന്ധമായി മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ സമയം കഴിഞ്ഞു. ഇനിയിപ്പോ അടുത്ത ക്ലാസ്സിൽ 20ാമത്തെ വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം ഇനി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നടക്കുകയില്ല. അപ്പം പഠിച്ചത് എല്ലാം മനസ്സിലായല്ലോ. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. യഹൂദ മതാനുസാരികൾ പറയുന്നു ക്രിസ്തുവിൽ, അവരും ക്രിസ്തുവിലേക്ക് വിശ്വാസികൾ എന്ന് പറയപ്പെട്ടവരല്ലേ. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വന്നവർ, കുന്നഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ, അവർ വിശ്വാസികൾ എന്ന് പറയുന്നവരാണ്. അവര് വീണ്ടും അവരുടെ പഴയ പാഠങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തുവിലൂടെ മാത്രമല്ല, കുറച്ച് ന്യായപ്രമാണത്തിന്റെ സംഗതികളും അനുസരിക്കണമെന്ന് പറയുന്നു. അങ്ങനെയാണെന്ന് അങ്ങനെ വേണമെങ്കിൽ നമ്മള് ക്രിസ്തു മരിച്ചത് വെറുതെ ആയില്ലേ? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് കാൽവറിയിലെ പരമയാഗമൊക്കെ വെറുതെ ആയില്ലേ? അപ്പം ക്രിസ്തുവിന് കൂടെ വേറെ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു ഒരു സമ്പൂർണനായ രക്ഷകനല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമും പാപികളാ. അങ്ങനെയെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷക്കാരനാ. പൗലോസ് തന്റെ അനുഭവം തന്നെ പറയുക, ഞാൻ ഒരു കാലത്ത് ക്രിസ്തുവിന് വേണ്ടി ന്യായപ്രമാണം മുഴുവൻ ഉപേക്ഷിച്ചു. ഇനി ഞാൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിലൂടെ കൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ പൊളിച്ചത് വീണ്ടും ഞാൻ പണിയുകയല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ലംഘനക്കാരൻ. ന്യായപ്രമാണം നിങ്ങളുടെ വാദഗതിയിൽ ഞാൻ ലംഘനക്കാരൻ എന്ന് വരും? അല്ലെന്ന് വരികില് ഞാൻ ക്രിസ്തുവിന് ലംഘനക്കാരൻ തന്നെ. അതുകൊണ്ട് ഞാൻ പൊളിച്ചത് വീണ്ടും പണിയുന്നില്ല. ഞാൻ എന്തിനാ എല്ലാം പൊളിച്ചു കളഞ്ഞത്? ഞാൻ വേറൊരുവന് വേണ്ടി ജീവിക്കേണ്ടതിനാ. ഞാൻ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചത് ദൈവത്തിന് ജീവിക്കേണ്ടതിനാ. അതുപോലെ തന്നെ നാമും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചവരാണ്. ഇനി നാം അതുകൊണ്ട് ആദ്യ പാഠങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ട. 7:4 ഒന്നുകൂടെ പറയാം, റോമാലേഖനം. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവരായ വേറൊരു നാഗുണ്ട്. നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് 20ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നത്. ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്ന എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ വിശ്വാസഫലത്രേ ജീവിക്കുന്നത്. നമുക്കും അങ്ങനെ പറയാം, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിൽ എനിക്ക് വരേണ്ട എല്ലാ ശിക്ഷയും ക്രിസ്തു എനിക്ക് വേണ്ടി തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചല്ല, ന്യായപ്രമാണത്തിന് നാം മരിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. നാം ഇനി ഉയർത്തെഴുന്നേറ്റ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നാം ഉയർത്തെഴുന്നേറ്റ് നാം പഴയ മനുഷ്യനെ ആ ക്രൂശിൽ വെച്ചിട്ട് ഒരു പുതിയ മനുഷ്യരുടെ എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നത്. നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ആ ക്രൂശിൽ വെച്ചു. എന്നിട്ട് നാം ഒരു പുതിയ മനുഷ്യനായി തീർന്ന ആണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം പഴയ മനുഷ്യനെ പഴയ മനുഷ്യനെ അതിന്റെ രാഗമോഹങ്ങളോടെ ഉപേക്ഷിച്ചല്ല, ജഡത്തെ രാഗമോഹങ്ങളോടെ ഉപേക്ഷിച്ച് ക്രൂശിക്കപ്പെട്ടിരിക്കുക ചെയ്യുന്നതാണ് നാം. അവിടെ പഴയ മനുഷ്യനെ വെച്ചിട്ട് നാം ഒരു പുതിയ മനുഷ്യനായി തീർന്നു. ഇതിനു വേണ്ടിയാ, എല്ലാത്തിൽ നിന്നും മോചനം പ്രാപിച്ച് നാം ക്രിസ്തുവിന് വേണ്ടി, അല്ലെ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിലായി തീർന്നിരിക്കുകയാണ്. എന്തോ ഒരു വലിയ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി ആ പിതാവ് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ നമുക്ക് വേണ്ടി തന്റെ പുത്രനെ യാഗമാക്കി തീർത്തു. അതുകൊണ്ട് നാമും ഇനി ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കാതെ നാം കേട്ടത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിപ്പാൻ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ടാൽ നല്ലത്. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കിയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദൈവത്തിന്റെ സ്തോത്രം. നാമും ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തെ അറിയുവാനും ദൈവത്തിൽ വിശ്വസിക്കാനും ഇടയായി തന്നു. ഈ വിശ്വാസം അന്ത്യം വരെയും നിലനിർത്തുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം.